രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹത്തോടുള്ള അനാദരവിൽ കണ്ണൂർ ജില്ലാ ഭരണകൂടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി എംഎൽഎയും ഡിസിസി സെക്രട്ടറിയും ജില്ലാ കലക്ടറോട് ഫ്രീസർ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഏർപ്പാട് ചെയ്യാം എന്ന് അറിയിച്ചിരുന്നതായും എംഎൽഎ ബി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ലെന്നുമാണ് എംഎൽഎ പ്രതികരിച്ചത്. അപ്പോൾ ഒരു ഫ്രീസർ ഉൾപ്പെടെയുള്ള ആംബുലൻസിൽ അയക്കണം എന്നതായിരുന്നു ബന്ധുക്കളുടെ ആവശ്യം. അത് ഞാൻ കലക്ടറുമായി സംസാരിച്ച് അതിനുള്ള ഏർപ്പാടുണ്ടാക്കാമെന്ന് കലക്ടർ സമ്മതിച്ചതുമാണ്. അപ്പോൾ ആ നിലയിൽ അതിനുള്ള ഏർപ്പാട് ഒക്കെ ചെയ്യാൻ കലക്ടർ ഏർപ്പാടാക്കിയതാണ്. പക്ഷെ അവസാനം പെരിയാരം മെഡിക്കൽ കോളേജിലെ ആംബുലൻസ് അയക്കാനാണ് അവർ തീരുമാനിച്ചത്. അപ്പോൾ അതിൽ ഫ്രീസർ ഉണ്ടായിരുന്നില്ല എന്നതാണ് അവസ്ഥ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയതെന്ന് എംഎൽഎക്ക് എന്തെങ്കിലും വിവരം ഉണ്ടോ? ഇപ്പോ അങ്ങനെ ഒരു വിവരമില്ല. ഇല്ല. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് പരിയാരം മെഡിക്കൽ കോളേജിന്റെ ആംബുലൻസിൽ മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത് എന്നും മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഫ്രീസർ ആവശ്യമില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും ഡിസിസി സെക്രട്ടറി കെ സുരേഷ് കുമാർ പറഞ്ഞു. അവിടെ നടന്ന യഥാർത്ഥ സംഭവം എന്ന് പറയുന്നത്, മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരത്തുള്ള പഞ്ചായത്ത് മെമ്പർ അദ്ദേഹം തിരുവനന്തപുരത്തുള്ള ഡോക്ടർമാരൊക്കെയായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ഫ്രീസർ ഉണ്ടെങ്കിൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഫ്രീസർ വേണമെന്ന് ആ പഞ്ചായത്ത് മെമ്പർ നിരന്തരം അവിടുന്ന് ആവശ്യപ്പെട്ടിരുന്നു. പെരിയാരം മെഡിക്കൽ കോളേജിലെ ആശുപത്രിയുടെ ആംബുലൻസ്, അതും കലക്ടറുടെ പ്രത്യേക ഓർഡർ പ്രകാരമാണ് പെരിയാരം മെഡിക്കൽ കോളേജിന്റെ ആംബുലൻസിൽ ആ മൃതദേഹം കൊണ്ടുപോകേണ്ടി വന്നത്. അവിടെ ആ നിന്നിരുന്ന മുഴുവൻ ആളുകളും, നമ്മുടെ ബഹുമാനപ്പെട്ട പയ്യന്നൂർ എംഎൽഎ വി കുഞ്ഞികൃഷ്ണൻ തന്നെ പറഞ്ഞിരുന്നു, ഫ്രീസർ ഇല്ലാതെ കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം അവിടെ നിന്ന് തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഇവിടെ വലിയ അനാസ്ഥ ഉണ്ടായിരിക്കുന്നത് പെരിയാരം മെഡിക്കൽ കോളേജിലെ അതിന്റെ ഉദ്യോഗസ്ഥരാണ്. അവർ പറഞ്ഞു ഫ്രീസറിന്റെ ആവശ്യമില്ല, ഇത് എംബാം ചെയ്യാൻ മൃതദേഹമാണ്, ഇതിനെല്ലാം ഇതും ഇത് അത്രയും ഭദ്രമായിട്ടാണ് ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഫ്രീസർ ഒഴിവാക്കേണ്ടി വന്നത്. രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയെന്ന വാർത്ത ആദ്യം പുറത്തുവിട്ടത് ന്യൂസ് മലയാളമാണ്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂരാണ് ചേരുന്നത്. നിഖിൽ, ഇതിപ്പോൾ ഒരു 4 ദിവസം വെള്ളത്തിൽ കിടന്ന ഒരു മൃതശരീരം കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ ഒരു സാധാരണ ആംബുലൻസിൽ കൊണ്ടുപോയാൽ മതി, ഫ്രീസറൊന്നും ആവശ്യമില്ല എന്ന് ആശുപത്രിയുടെ അധികൃതർ, എന്ന് വെച്ചാൽ ഡോക്ടർമാർ പറഞ്ഞു എന്നാണ് ഡിസി സെക്രട്ടറി പറയുന്നത്. അതൊക്കെ ആ മട്ടിൽ ഒന്നുകിൽ അങ്ങനെ പറഞ്ഞ ഡോക്ടർമാർ ആരാണ്, അത്രമാത്രം ഇതിപ്പോൾ സാധാരണക്കാരായ നമുക്ക് പോലും അറിയാം അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നതല്ല എന്ന്. പക്ഷേ ആ ഡോക്ടർമാർ ആരായിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം അത് കുറച്ച് ശരിയായിട്ടാണോ പറയുന്നതെന്ന സംശയം തോന്നുകയും ചെയ്യും. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് എംഎൽഎയും ഈ കോൺഗ്രസ് നേതാക്കളും ഒക്കെ പറയുന്നതിൻ്റെ കാര്യം? സനീഷ്, തീർച്ചയായും ഈ സംശയങ്ങൾ തന്നെയാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. അതിലൊരു വ്യക്തത വരേണ്ടത് അനിവാര്യവുമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തോന്നുന്നത് എംഎൽഎയുടെ പ്രതികരണമാണ്. കൃത്യമായി ആ സമയത്ത് തന്നെ എംഎൽഎ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു ജില്ലാ കളക്ടറോട്, അത് ഫ്രീസറുള്ള ആംബുലൻസിൽ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന്, അത് ഏർപ്പാടാക്കാം എല്ലാ സംവിധാനങ്ങളും എന്ന് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയില്ല, അതിൽ അന്വേഷണം നടന്നിട്ട് കാര്യങ്ങൾ വ്യക്തമാകട്ടെ എന്നാണ് പയ്യന്നൂർ എംഎൽഎ വി കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. അതിനോട് ചേർത്ത് വേണം ഈ ഡിസിസി സെക്രട്ടറി സുനിൽകുമാറിൻ്റെ പ്രതികരണത്തെ കൂടി വായിക്കാൻ. കാരണം ഇത്തരത്തിൽ ഫ്രീസർ ഉള്ള ആംബുലൻസിൽ തന്നെ മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമെന്ന് അറിയിച്ചെടുത്ത് പിന്നെ എങ്ങനെ ഈ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഫ്രീസർ സൗകര്യമില്ലാത്ത സാധാരണ ആംബുലൻസിൽ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി, അതെവിടെ നിന്ന് വന്ന തീരുമാനമാണ് എന്നതിലാണ് വ്യക്തത വരേണ്ടത്. സുരേഷ് കുമാർ ഈ പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം അവിടെ എത്തിക്കുമ്പോഴും പിന്നീട് ആ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് വരെ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ആ നിലയ്ക്കാണ് പറയുന്നത്. കലക്ടറോട് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു, ആ കലക്ടർ അത് ഏർപ്പാടാക്കാമെന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് ഈ മൃതദേഹം കൊണ്ടുപോകാൻ ഈ സാധാരണ ആംബുലൻസ് മതി, അത് ഡബിൾ സീൽ ചെയ്തിട്ടുണ്ട്, മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് ആശുപത്രി അധികൃതർ നിലപാടെടുത്തു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് എന്നതാണ് സുരേഷ് കുമാർ പറയുന്നത്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഇപ്പോൾ റവന്യൂ വകുപ്പും ആരോഗ്യ വകുപ്പും രണ്ടുപേരും കൃത്യമായി ഇതിനൊരു മറുപടി അല്ലെങ്കിൽ വിശദീകരണം നൽകേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. കാരണം രാജേഷ് മരിച്ച സാഹചര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. വലിയ കുത്തൊഴുക്കിൽ പെട്ടുപോയൊരു മനുഷ്യനെ, ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യനെ സ്വന്തം
ലൈഫ് ജാക്കറ്റ് ഊരി നൽകി രക്ഷിച്ച് ഒരു സുരക്ഷിതമായ ഇടത്തേക്ക് എത്തിക്കുമ്പോഴാണ് രാജേഷിന് ജീവൻ നഷ്ടമാകുന്നത്. അങ്ങനെ ഒരാളുടെ മൃതദേഹം കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ ഇത്രയും ദൂരം കൊണ്ടുപോകാൻ ഈ പറഞ്ഞതുപോലെ ഒരു സാധാരണ ആംബുലൻസ് മതിയായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. മറ്റൊന്ന്, 4 ദിവസം, അതായത് കാണാതായി 4ാമത്തെ ദിവസമാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത്. അങ്ങനെയെങ്കിൽ അത്രയും ദിവസം വെള്ളത്തിൽ കിടന്ന ഒരു മൃതദേഹമാണ്. അതിൻ്റെ സ്വാഭാവികമായൊരു അവസ്ഥ എന്തായിരിക്കുമെന്നറിയാം. മാത്രമല്ല, പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയാണ് കൊണ്ടുപോകുന്നത്. വീട്ടിൽ തൊട്ടടുത്ത ദിവസം പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കിയിരുന്നു. ഇങ്ങനെയെല്ലാമുള്ള സാഹചര്യത്തിൽ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മൃതദേഹം കൊണ്ടുപോകുമ്പോൾ ഫ്രീസർ സൗകര്യം ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാകുമെന്ന് ആശുപത്രിയിലെ ഡോക്ടർമാർ കൃത്യമായി ഈ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെ ബോധിപ്പിച്ചില്ലേ എന്നൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. ഏതായാലും ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ADMന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിലാണ് ഇത് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയത്, അതോ ഇനി ഫ്രീസർ സൗകര്യമുള്ള ആംബുലൻസ് ലഭിക്കാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ, അങ്ങനെയെങ്കിൽ ആ ബുദ്ധിമുട്ട് എന്താണ്, ഇതിനുള്ള ഈ തുകയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ